ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെയും ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങൾ അഥവാ സ്ക്വയേഴ്സിന്റെയും ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ ഘനങ്ങളുടെ അഥവാ ക്യൂബുകളുടെയും തുക കാണാൻ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ n ഒറ്റക്ക എണ്ണൽ സംഖ്യകളുടെ തുക കാണാനാണ്. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 2, 3, 4, 5, 6 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനാണ്. 1, 2, 3, 4, 5, 6, 7 എക്സെട്ര. ഇതുപോലെ എണ്ണാൻ കഴിയുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത്? 1, 3, 5, 7. ഇനി അടുത്തതായിട്ട് പോവുകയാണെങ്കിൽ 9, 11 ഇങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഒറ്റക്ക സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് റിമൈൻഡർ അഥവാ ശിഷ്ടം നിങ്ങൾക്ക് 1 ആണ് കിട്ടുന്നത് എങ്കിൽ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ 1, 3, 5, 7, 9, 11 ഈ നമ്പേഴ്സുകളെയൊക്കെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അഥവാ ശിഷ്ടം എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത്? 1, 3, 5, 7, 9, 11 എക്സെട്ര. ഇവയാണ് നമ്മൾ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ n ഒറ്റക്ക സംഖ്യകളുടെ സം അഥവാ തുക കാണാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് n സ്ക്വയർ. ഓക്കെ, അതായത് നമുക്കിപ്പോ കാണേണ്ടത് 1, 3, 5, 7, 9 ഇത് ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് അഥവാ ആദ്യത്തെ 5 ഒറ്റക്ക സംഖ്യകളാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ 5 ഒറ്റക്ക സംഖ്യകളുടെ തുക കാണാനാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണുക? Sum of first 5 odd numbers equal to ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. ആദ്യത്തെ 5 ഒറ്റക്ക സംഖ്യകളുടെ തുക നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. ഇതിലെ n എന്ന് പറയുന്നത് എന്താണ്? ആദ്യത്തെ എത്രാമത്തെ ഓഡ് നമ്പേഴ്സ് വരെയുള്ള സമ്മാണോ നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് അതാണ് n എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളുടെ തുകയല്ലേ. അപ്പൊ 5 എന്നതാണ് n എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? n-ന്റെ സ്ഥാനത്ത് 5 ഇട്ട് കൊടുക്കും. 5 സ്ക്വയർ. 5-ന്റെ സ്ക്വയർ എത്രയാ? 5 സ്ക്വയർ എന്ന് പറയുന്നത് 5 × 5-നെയാണ്. 5 × 5 എത്രയാ? 25. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 25 ആണ്. അതായത് 1 + 3 + 5 + 7 + 9 എത്രയാ? 1 + 3 + 5 + 7 + 9 എന്നത് 25 ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ നമ്മളോട് ചോദിക്കുകയാണ് സം ഓഫ് ഫസ്റ്റ് 100 ഓഡ് നമ്പേഴ്സ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ 100 ഒറ്റക്ക സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ആദ്യത്തെ 100 ഓഡ് നമ്പേഴ്സ് അഥവാ ആദ്യത്തെ 100 ഒറ്റക്ക സംഖ്യകളുടെ തുകയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ n സ്ക്വയറിന് പകരം എന്താണ് എഴുതുക? 100 സ്ക്വയർ. 100-ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 10,000. അപ്പൊ ആദ്യത്തെ 100 ഒറ്റക്ക സംഖ്യകളുടെ തുക എത്രയാണ്? 10,000. അപ്പൊ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ആദ്യത്തെ n ഒറ്റക്ക സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n സ്ക്വയർ. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളുടെ തുകയാണ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ചു ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് അല്ലെങ്കിൽ ആദ്യത്തെ n ഒറ്റക്ക സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എത്രയാണ് പഠിച്ചത്? n സ്ക്വയർ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളുടെ തുക. ഓക്കെ, അതായത് 1 + 3 + 5 + 7 + 9 അതായത് ആദ്യത്തെ 5 ഒറ്റക്ക സംഖ്യകളുടെ തുക എത്രയാണെന്ന് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ് കിട്ടിയത്? 25. കാരണം നമുക്കറിയാം
ഇക്വേഷൻ എന്താ n സ്ക്വയർ ആണ്. അതായത് എത്രാമത്തെ ഓഡ് നമ്പേഴ്സ് വരെയുള്ള സമ്മാണോ നമുക്ക് വേണ്ടത് അതാണ് n. ഇവിടെ നമുക്ക് 1 2 3 4 5 അഞ്ചാമത്തെ ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ വരെയുള്ള സം അഥവാ തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, 5ന്റെ സ്ക്വയർ എടുത്തു, അതായത് 25. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. 4n ക്യൂബ് മൈനസ് n ഡിവൈഡഡ് ബൈ 3. എന്താണ് ഇക്വേഷൻ? 4n ക്യൂബ് മൈനസ് n ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എത്രാമത്തെ ഓഡ് നമ്പർ വരെയുള്ള സമ്മാണോ നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് 1 2 3 4 5 അഞ്ചാമത്തെ ഓഡ് നമ്പർ അഥവാ ഒറ്റക്ക സംഖ്യ വരെയുള്ള സം അല്ലേ നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് ഇവിടെ n എത്രയായിരിക്കും? 5 ആയിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം. 4n ക്യൂബ് മൈനസ് n ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഈക്വൽ ടു 4 ഇൻറ്റു n ക്യൂബിന്റെ സ്ഥാനത്ത് 5 ക്യൂബ് എന്നിട്ട് കൊടുക്കുന്നു. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ആദ്യത്തെ 5 ഓഡ് നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ടാണ് n 5 ആയത്. മൈനസ് 5 ഹരിക്കണം 3 ഈക്വൽ ടു 4 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു 5 ആണ്. അതുപോലെ 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 5 ഇൻറ്റു 5 ഇൻറ്റു 5. അപ്പൊ 5 ഇൻറ്റു 5 എത്രയാ? 25 അല്ലേ? 25 ഇൻറ്റു 5 എത്രയാണ്? 125. ഓക്കെ, അപ്പൊ 5 ക്യൂബ് നമുക്ക് എത്ര കിട്ടി? 125 മൈനസ് 5 ഹരിക്കണം 3. ഇനി ഇവിടെ മുകളില് 4 ഇൻറ്റു 125 മൈനസ് 5 എന്നാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ ഗുണനം വന്നിട്ടുണ്ട്, അതായത് മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ മൈനസ് കുറയ്ക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്, സബ്ട്രാക്ഷനും തന്നിട്ടുണ്ട്. അപ്പൊ ഗുണനമാണോ സബ്ട്രാക്ഷൻ അഥവാ കുറയ്ക്കുകയാണോ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഗുണനമാണ്, അതിനുശേഷം വേണം കുറയ്ക്കാനായിട്ട്. ഓക്കെ, അതായത് ആദ്യം നമ്മൾ 4 ഇൻറ്റു 125 വേണം ചെയ്യാനായിട്ട്. അതിനുശേഷമേ അതിൽ നിന്ന് നമുക്ക് 5 കുറയ്ക്കാൻ പാടുകയുള്ളൂ. ഇവിടെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ തോന്നും? 125 നിന്നും 5 കുറച്ച് 120 എന്ന് എഴുതിയിട്ട് 120നെയും 4നെയും ഗുണിക്കാൻ തോന്നും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം വേറൊരു ഉത്തരമാണ് കിട്ടുക. ഓക്കെ, അപ്പൊ എപ്പോഴും ആദ്യം ഗുണനം ചെയ്യണം, അതിനുശേഷം വേണം കുറയ്ക്കാനായിട്ട്. അപ്പൊ ആദ്യം നമുക്ക് 4 ഇൻറ്റു 125 ചെയ്യാം. 125 ഇൻറ്റു 4 എത്രയാ? 5 ഇൻറ്റു 4 20 ആണ്. 4 ഇൻറ്റു 2 8 ആണ്. 8 കൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 10. 4 ഇൻറ്റു 1 4, 4 കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 5. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 ഇൻറ്റു 125 എന്നത് 500 മൈനസ് 5 ഹരിക്കണം 3. ഇനി 500ൽ നിന്നും 5 പോയാൽ എത്രയാണ്? 495 ഹരിക്കണം 3. ഇനി 495 ഹരിക്കണം 3 ചെയ്യാം. 495 ഹരിക്കണം 3. 4ൽ എത്ര 3 ഉണ്ട്? 1 അല്ലേ? 1 ഇൻറ്റു 3 3. ഇനി സബ്ട്രാക്ട് ചെയ്യണം. 4ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1. 9 ഇറക്കി എഴുതുന്നു. ഇനി 19ൽ എത്ര 3 ഉണ്ട്? 6. 6 ഇൻറ്റു 3 എത്രയാണ്? 18. 19ൽ നിന്നും 18 പോയി കഴിഞ്ഞാൽ ബാലൻസ് 1. ഇനി ഇവിടെ ഇറക്കിയിടാൻ നമുക്ക് ഒരേ ഒരു സംഖ്യ കൂടി ഉള്ളൂ, 5. അതിനെ കൂടെ ഇറക്കിയിട്ടു. 15ൽ എത്ര 3 ഉണ്ട്? 5. 5 ഇൻറ്റു 3 എത്രയാ? 15. 15ൽ നിന്നും 15 പോയി കഴിഞ്ഞാൽ 0. അതായത് 495 ഹരിക്കണം 3 നമുക്ക് എത്ര കിട്ടി? 165. അതായത് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ നമുക്ക് എത്ര കിട്ടി? 165 എന്ന് ഈസി ആയിട്ട് കിട്ടി. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങളുടെ തുക കാണുന്നത്. എന്താണ് ഇക്വേഷൻ? 4n ക്യൂബ് മൈനസ് n ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ഫസ്റ്റ് n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1. അതാണ് ഇക്വേഷൻ. അതായത് നാച്ചുറൽ നമ്പേഴ്സുകൾ ഏതൊക്കെയാണ്? 1 2 3 4 5 6 7 8 9 10 എക്സെട്ര. ഇവ എങ്ങനെ എണ്ണാൻ കഴിയുന്ന നമ്പേഴ്സുകളെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റക്ക സംഖ്യകൾ ഏതൊക്കെയെന്ന് പഠിച്ചിരുന്നു. ഏതൊക്കെയാ? 1 3 5 7 9 എക്സെട്ര. ഇവയാണ്
ഇവയാണ് ഒറ്റക്ക സംഖ്യകൾ അഥവാ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇവയുടെ ഇടയിൽ വരുന്ന നമ്പേഴ്സുകളായ 2, 4, 6, 8, 10 ഇവയാണ് ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകൾ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒറ്റക്ക സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അവയെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് ശിഷ്ടം അഥവാ റിമൈൻഡർ നമുക്ക് 1 കിട്ടുക. ഇതുപോലെ ഈവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളെ 2 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ശിഷ്ടം എത്രയായിരിക്കും? 0 ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ n ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന തുകയാണ്. അതായത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 ഇവ കൂട്ടിയാൽ എത്രയാണ് സമ്മ് കിട്ടുക എന്ന് നോക്കാം. 2, 4, 6, 8, 10 5 ഇവൻ നമ്പേഴ്സ് അഥവാ 5 ഇരട്ട സംഖ്യകളല്ലേ ഉള്ളത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ തുകയാണ്. ഇക്വേഷൻ എന്താ? n ഇൻറ്റു n പ്ലസ് 1. എന്നിന്റെ വാല്യൂ എന്തായിരിക്കും? 5. 5 ഇൻറ്റു 5 പ്ലസ് 1 ഈക്വൽ ടു 5 ഇൻറ്റു 5 1 കൂട്ടിയാൽ 6. 5 ഇൻറ്റു 6 എത്രയാ? 30. അതായത് ആദ്യത്തെ 5 ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുക അഥവാ സം എത്രയാണ്? 30 ആണ്. ഇനി ഇതുപോലെ നമുക്ക് ആദ്യത്തെ 100 ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചൂടെ? സം ഓഫ് ഫസ്റ്റ് 100 ഈവൻ നമ്പേഴ്സ്. എന്താണ് ഇക്വേഷൻ? n ഇൻറ്റു n പ്ലസ് 1. ഇവിടെ എന്നിന്റെ വാല്യൂ എത്രയാണ്? 100 ആണ്. കാരണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 100 ഇവൻ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുകയാണ്. അപ്പൊ n എന്ന് പറയുന്നത് 100 ആണ്. അപ്പൊ 100 ഇൻറ്റു 100 പ്ലസ് 1 അതായത് 100 ഇൻറ്റു 101 എത്രയാണ്? ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 10,100 എന്ന് കിട്ടും. അതായത് ആദ്യത്തെ 100 ഇവൻ നമ്പേഴ്സ് അഥവാ 100 ഇരട്ട സംഖ്യകളുടെ സം അഥവാ തുക എത്രയാണ്? 10,100. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് n ഇവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗങ്ങളുടെ തുകയാണ്. അത് കാണാനുള്ള ഇക്വേഷൻ എന്താ? 4n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 2n ഡിവൈഡഡ് ബൈ 3. ഓക്കെ, അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ആദ്യത്തെ 5 ഇവൻ നമ്പേഴ്സ് അഥവാ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചിരുന്നു. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 10 എന്നത് എത്രയാണ് കിട്ടിയത്? 30. ഇനി 2 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ പ്ലസ് 10 സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം? 4n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 2n ഡിവൈഡഡ് ബൈ 3 എന്ന ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 4n ക്യൂബ് പ്ലസ് 6n സ്ക്വയർ പ്ലസ് 2n ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇവിടെ n എന്താണ്? നമുക്ക് ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ 5 ഇരട്ട സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗത്തിന്റെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ 5 ഈവൻ നമ്പേഴ്സിന്റെ അല്ലേ, അതുകൊണ്ട് n എന്ന് പറയുന്നത് 5 ആയിരിക്കും. 4 ഇൻറ്റു 5 ക്യൂബ് പ്ലസ് 6 ഇൻറ്റു 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 4 ഇൻറ്റു 5 ക്യൂബ് എന്ന് പറയുന്നത് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ആണ്. അത് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ പഠിച്ചിരുന്നു. 125 ആണ്. പ്ലസ് 6 ഇൻറ്റു 5ന്റെ സ്ക്വയർ എത്രയാ? 5 ഇൻറ്റു 5 25 പ്ലസ് 2 ഇൻറ്റു 5 എത്രയാ? 10 ഹരിക്കണം 3. ഇനി 4 ഇൻറ്റു 125 എത്രയാണ്? 500 പ്ലസ് 6 ഇൻറ്റു 25 എത്രയാണ്? 150 പ്ലസ് 10 ഹരിക്കണം 3. ഇനി 500 പ്ലസ് 150 പ്ലസ് 10 എത്രയാണ്? 0 പ്ലസ് 0 പ്ലസ് 0 0. 5 പ്ലസ് 1 6. 5 പ്ലസ് 1 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 660. 660 ഹരിക്കണം 3. 660നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 660 ഹരിക്കണം 3. 6ൽ എത്ര 3 ഉണ്ട്? 2. 2 ഇൻറ്റു 3 6. 6ൽ നിന്ന് 6 പോയാൽ 0. 6 ഇറക്കി എഴുതുന്നു. 6ൽ എത്ര 3 ഉണ്ട്? 2. 2 ഇൻറ്റു 3 6. വീണ്ടും 6ൽ നിന്ന് 6 പോയാൽ 0. ഇവിടെ ഒരു 0 കൂടെ ഇല്ലേ? അത് നമുക്ക് ഇവിടേക്ക് ഇറക്കി എഴുതുന്നതിന് പകരം മുകളിലേക്ക് കൊടുക്കാം. അപ്പൊ എത്രയാ? 660നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 220.
അതായത് 2a² പ്ലസ് 4a² പ്ലസ് 6a² പ്ലസ് 8a² പ്ലസ് 10a² നമുക്ക് എത്രയാണ് കിട്ടിയത്? 220. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് ആദ്യത്തെ n ഇവൻ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങളുടെ സം അഥവാ തുകയും നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ n ഓഡ് നമ്പേഴ്സിന്റെയും ആദ്യത്തെ n ഇവൻ നമ്പേഴ്സിന്റെയും ഇക്വേഷൻസ് ആയ n² അതുപോലെ n × n+1 ഈ 2 ഇക്വേഷൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ആവശ്യം വരുന്ന അത്രയും പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് ആണ്. ഇതെന്താണ്? ആദ്യത്തെ n ഓഡ് നമ്പേഴ്സ്, n ഒറ്റക്ക സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താണ്? n². ഇനി ആദ്യത്തെ n ഇവൻ നമ്പേഴ്സ് അഥവാ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n × n+1. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഇക്വേഷൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ഒരു ഉപകാരപ്രദവുമായ വീഡിയോ ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.